ഇന്റർവ്യൂ കടമ്പ എങ്ങനെ കടക്കാം? അതിനെക്കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു. അതിൻ്റെ ബാക്കിയാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് മിത്ര എഡ്യൂക്കേഷൻ ചാനലിലൂടെ. ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത് എന്താണെന്ന് പറഞ്ഞുതരാം. 55% എന്ന് പറയുന്നത് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ആണ്. 38% എന്ന് പറയുന്നത് നിങ്ങളുടെ ടോൺ. 7% എന്ന് പറയുന്നത് നിങ്ങളുടെ വേർഡ്സ്. അപ്പോൾ ഈ 55% എന്താണെന്ന് പറഞ്ഞുതരാം. നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ അവിടെ 3 പേരുണ്ടാകും. ഒന്ന് HR-ൻ്റെ ഒരു മാനേജർ, പിന്നെ 2 HR മാനേജർ എന്ന് പറയുന്നത് മിക്കവാറും ഒക്കെ ഫീമെയിൽ മാനേജർ ആയിരിക്കും. പിന്നെ 2 പേര് മെൻ ഉണ്ടാകും. അപ്പോൾ 3 പേരായിരിക്കും അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഈ 3 പേരും നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് പറഞ്ഞാൽ നിങ്ങളുടെ CV അയച്ചു കൊടുത്തു, ആ CV അവർ കണ്ടു. അപ്പോൾ CV വായിച്ചു നോക്കിയിട്ട് അവർ വിചാരിച്ചിരിക്കുന്നത് ദിസ് ഈസ് ദ റൈറ്റ് കാൻഡിഡേറ്റ് ഫോർ മീ, അങ്ങനെയാണ് അവർ കരുതിയിട്ടാണ് നിങ്ങളെ ഇൻ്റർവ്യൂവിന് വിളിച്ചേക്കുന്നത്. അപ്പോൾ ഇവരുടെ 3 പേരുടെ മനസ്സിലൊരു കാഴ്ചപ്പാടുണ്ട്, ഈ വരുന്ന കാൻഡിഡേറ്റ്സ് നമുക്ക് സ്യൂട്ടബിൾ ആണ്. അപ്പം നിങ്ങൾ ഡോറ് തട്ടി മേ കമിൻ സാർ പറഞ്ഞു കയറി വരികയാണ്. ഈ 3 പേരും നിങ്ങളെ വാച്ച് ചെയ്യും, നിങ്ങളെ കീനായിട്ട് വാച്ച് ചെയ്യണം. നിങ്ങളിത് അറിയുന്നില്ല. അപ്പം നിങ്ങൾ നടന്ന് കയറി വരുന്നത്, അവിടെ വന്നു ആ സീറ്റിൽ ഇരിക്കുന്നത് വരെ അവർ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളെ കൈ എടുത്ത് എങ്ങനെ വയ്ക്കുന്നു, നിങ്ങളെ ഹെഡ് എങ്ങനെയാണ്, ഷോൾഡർ എങ്ങനെയാണ്, നിങ്ങൾ നടന്നു വരുന്ന രീതി എങ്ങനെയാണ്, ഇതെല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്. ഈ വാച്ച് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തൊരു അക്ഷരം പോലും മിണ്ടുന്നില്ല. അവർ മാർക്ക് തരാതിരിക്കാം. ഇപ്പോൾ അവർ 55 മാർക്സ് തന്നില്ല എന്ന് വെച്ചോളൂ. 55 മാർക്ക് തന്നില്ല മീൻസ് അവർക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടില്ല എന്നാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടാതെ വന്നാൽ അവർ ഡിസപ്പോയിൻറ്റഡ് ആവും. ഡിസപ്പോയിൻറ്റഡ് ആയിക്കഴിഞ്ഞാൽ അവരുടെ ഫേസ് എക്സ്പ്രഷനെ മാറും, പിന്നെ അവരുടെ ടോണ് മാറും. അപ്പോൾ അവർ സ്നേഹത്തിൽ ചോദിക്കാനിരുന്നത് തന്നെ അവർ കുറച്ചുകൂടെ ഒന്ന് കട്ടയ്ക്ക് ചോദിക്കും. ടെൽ മീ അബൌട്ട് യുവർസെൽഫ്, കട്ടയ്ക്ക് ചോദിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത് കേൾക്കുമ്പോൾ തന്നെ ടെൻഷനായി. ശരിക്കും പറഞ്ഞാൽ ഈ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് അറിഞ്ഞത് തന്നെ ഒരാഴ്ച മുന്നെയാണ്. നമുക്ക് ഈ 55-ഉം 38-ഉം ഒന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ലാസ്റ്റിലെ 7% അറിയാം. അത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കും. 10 വരി കൃത്യമായിട്ട് പഠിച്ചിട്ടാണ് നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്നത്. അവിടെ ചെല്ലുന്നു, ഈ ചോദ്യം കേട്ടതോടുകൂടി തന്നെ നമ്മൾ ഈ പഠിച്ചിരുന്ന ഈ സെൻറ്റൻസുകളൊക്കെ മറന്നു പോകും. പിന്നെ നമ്മളെ ടോണേ പോയി. ഈ ഇൻ്റർവ്യൂവിന് ചെന്ന ആളിൻ്റെ ടോണ് പോവും. അത് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ വിക്കലും ഇതൊക്കെ വരും. നമ്മൾ തൊണ്ട വരളാൻ തുടങ്ങും. വെള്ളം കുടിച്ചാൽ കൊള്ളാൻ തോന്നും. വെള്ളം അവിടെ ഇരിപ്പുണ്ട്, എന്നാലും എടുത്ത് കുടിക്കത്തില്ല. അപ്പോൾ മൊത്തത്തിൽ ഒരു ടെൻഷനാണ്. ചുരുക്കി പറഞ്ഞാൽ നമുക്കറിയാം, ഇൻ്റർവ്യൂവിന് പോയ ആളിനറിയാം ഞാൻ പാസ്സാവില്ല. ഈ ഇൻ്റർവ്യൂ കൊടുക്കുന്ന ആളിൻ്റെ മനസ്സിലിതാണ് എങ്ങനെയെങ്കിലും ഇയാളെ പുറത്താക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞ ഉടനെ തന്നെ അവർ പറയും വിൽ ലെറ്റ് യു നോ വൺസ് യു ഷോർട്ട് ലിസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ പുറത്താക്കും. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ആ വരവ്, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചോളൂ. 55 മാർക്സ് നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ 100 മാർക്സിൽ 55 മാർക്സ് കിട്ടിക്കഴിഞ്ഞു. അടുത്ത അവരുടെ ക്വസ്റ്റ്യൻ വളരെ പ്ലസൻ്റ് ആയിട്ടായിരിക്കും അവർ ചോദിക്കുന്നത്. അവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവർ ചോദിക്കും ഹായ് ഹൗ ആർ യു, കാര്യങ്ങളൊക്കെ ചോദിക്കും. പിന്നെ അവർ ചോദിക്കുന്നതാണ് വി ഓൾറെഡി ബീൻ ത്രൂ യുവർ CV and it's interested, yeah, and we like to know more about yourself. Could you brief yourself? ഇങ്ങനെ ചോദിക്കും. നമുക്ക് സമാധാനമായി, നല്ലൊരാളാണ്, സ്നേഹത്തോടെയാണ് ചോദിക്കുന്നത്. അതോടുകൂടി നമ്മൾ ആൻസർ ചെയ്യാൻ തുടങ്ങും. നല്ല രീതിയിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളുടെ ടോൺ നല്ലതായിരിക്കും. എന്ന് പറഞ്ഞാൽ ഓൾറെഡി 55 മാർക്ക് കിട്ടിക്കഴിഞ്ഞു. പിന്നെ നമുക്ക് ടോൺ നല്ലത് കൊണ്ട് നിങ്ങൾ 38 മാർക്സ് കൃത്യമായിട്ടും കിട്ടും. 93 മാർക്സ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നിങ്ങൾ ലാസ്റ്റിൽ പറയുന്ന 7% ആയ വേർഡ്സ് കുറച്ചൊന്ന് തെറ്റിച്ചാലും കുഴപ്പമില്ല. അത് അവർ തന്നെ തീരുമാനിക്കും, കുഴപ്പമില്ല, ഇയാളെ നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാം. സോ വെരി ഇമ്പോർട്ടൻറ്റ് 55, 38, 7 ഇത് കൃത്യമായിട്ട് റെഡി ആയിട്ട് വേണം നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകേണ്ടത്. അപ്പോൾ ഈ 55, 38, 7% എങ്ങനെയാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്? ഈ 55% കിട്ടാൻ വേണ്ടി നമ്മളെ ബോഡി ലാംഗ്വേജിനെ എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഈ 38% എങ്ങനെയാണ് നമ്മളെ ടോൺ മോഡുലേഷനിലൂടെ സെറ്റ് ചെയ്തെടുക്കേണ്ടത്? ഈ 7% എന്ന് പറയുന്ന വേർഡ്സ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ടെൽ മീ അബൌട്ട് യുവർസെൽഫ് പഠിച്ചു വെച്ചിരിക്കേണ്ടത്? ഇതിനെക്കുറിച്ച് ഞാൻ അടുത്ത ഒരു വീഡിയോയുമായിട്ട് തിരിച്ചു വരും.
ഇപ്പോൾ ഇന്നത്തെ ഈ ഇതുമായിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് എഴുതി ചോദിക്കാവുന്നതാണ്. അതിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.